ഞാനിപ്പോൾ പോകുന്നത് ഇപ്സ്റ്റീൻ ഐലൻഡ്. ഇതാണ് നമ്മുടെ ജെഫ്രി ഇപ്സ്റ്റീൻ്റെ പ്രൈവറ്റ് ലക്ഷദ്വീപാന്ന് കരുതി ആരും ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ നിൽക്കണം. പുറമേ സൗന്ദര്യമുണ്ടെങ്കിലും ഉള്ളിൽ ഭയാനകമാണ്. ഞാനെന്തായാലും എൻ്റെ ഈ ബോട്ട് ആരും കാണാതെ ഒന്ന് പാർക്ക് ചെയ്യണം. ഇപ്പോൾ ജെഫ്രി ഇപ്സ്റ്റീൻ്റെ ഐലൻഡിലേക്ക് പോയ ഏക മലയാളി ആവോ ഞാൻ. ഏതായാലും മലയാളികൾ പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈ ഐലൻഡിന് ചുറ്റും കടലായതുകൊണ്ട് ഇവിടെ നല്ല കാറ്റായാലും എന്താ ഇവിടുത്തെ രഹസ്യങ്ങൾ എനിക്കൊന്ന് കണ്ടെത്താം. ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറാൻ നോക്കി, പക്ഷെ വാതിൽ ലോക്ക് തല്ലി പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ശബ്ദം കേട്ടാൽ ആരെങ്കിലും വരുമോ എന്ന് പിന്നെ ഞാൻ നേരെ പോയത് മറ്റൊരു സ്ഥലത്തേക്ക്. ഈ പരിസരത്തൊന്നും ആരും ഇല്ലാന്ന് തോന്നുന്നു, അതാണ് ഇത്രയും ശൂന്യത. ഏതായാലും ഞാൻ നടന്ന് പിന്നെ എത്തിയത് ഒരു പ്രതിമയുടെ മുമ്പിൽ. എവിടെയെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ ഞാൻ ഡിറ്റക്റ്റീവിനെ പോലെ, പക്ഷെ ഒന്നും കിട്ടിയതുമില്ല കണ്ടതുമില്ല. പിന്നെ ഒരു സെൽഫി എടുത്ത് പോകാമെന്ന് കരുതി. പക്ഷെ സെൽഫി എടുത്തതിന് ശേഷം മനസ്സിലൊരു ഇത്രയും ദൂരം വന്നതല്ലേ, അതുകൊണ്ട് ആ വില്ലൊന്ന് പൊട്ടിക്കുക. ഒന്ന് നോക്കിയില്ലേ, നൈസായിട്ട് ആ വില്ലങ്ങ് പൊട്ടി. പക്ഷേടോ വില്ല് പൊട്ടിയപ്പോ തന്നെ അലാറം അടിച്ചടോ. ഞാൻ ആകൊന്നില്ല. അലാറം അടിച്ചപ്പോ തന്നെ 2-3 ആളുകൾ എന്നെ കണ്ടടോ. ഏത് സമയത്തെന്തോ ആ വില്ല് പൊട്ടിക്കാൻ. പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല, ഞാനങ്ങ് മണ്ടന്മാരെന്നെ പിടിച്ചടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും യഥാർത്ഥ മണ്ടൻ ഞാനല്ലേ, കാരണം ഞാനല്ലേ ആ വില്ല് പൊട്ടിച്ച് അവർക്ക് അലേർട്ട് കൊടുത്തു. പക്ഷെ ഇതെന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ഇപ്സ്റ്റീൻ ഐലൻഡിന്റെ ഇരുണ്ട തടവറക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള എന്റെ മാസ്റ്റർ പ്ലാൻ. സോ അതിനായിട്ട് പാർട്ട് 2 എന്ന് കമന്റ് ഇടുക.